രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് ഒരു കരട് രാഷ്ട്രീയ പ്രമേയമാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും PBയും അംഗീകരിച്ച കരട് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് വെളിയിലും ചർച്ച ചെയ്യുന്നതിനുള്ള അവസരമാണ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അപ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ വിവാദം എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നത്തെ തമസ്കരിക്കുന്നതിനാണ്. അത് ശശി തരൂർ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ശശി തരൂർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെല്ലുവിളി കോൺഗ്രസിൻ്റെ ഉള്ളിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും മോചനം എന്നുള്ള നിലയിലാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തെ സംബന്ധിച്ച് ഇപ്പോൾ വിവാദമാക്കുന്നത്. രാഷ്ട്രീയ പ്രമേയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർവ്വദേശീയ ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കാലിക രാഷ്ട്രീയത്തിൽ CPIM എങ്ങനെ ഇടപെടണം എന്ന അടവുപരമായ നയത്തിന് രൂപം കൊടുക്കുന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം. അപ്പോൾ ആ ഒരു ദൗത്യം പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പാർട്ടി കോൺഗ്രസിൻ്റെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ഈ കരട് രാഷ്ട്രീയ പ്രമേയമായി രൂപപ്പെടുകയുള്ളൂ. ചർച്ചയ്ക്കുള്ള ഒരു വിഷയമെന്നുള്ള നിലയിലാണ് സാധാരണ നിലയിൽ പാർട്ടി കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇപ്പോൾ ബ്രാഞ്ച് മുതൽ തുടങ്ങി പാർട്ടി മെമ്പർമാരല്ലാത്ത നിങ്ങൾക്കും ആ പ്രമേയം വായിച്ച് ഭേദഗതികൾ നിർദ്ദേശിക്കാം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഒരിക്കലും BJP ഗവൺമെൻറ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്ന് വിലയിരുത്തിയിട്ടേയില്ല. ഞങ്ങളുടെ 22ാം പാർട്ടി കോൺഗ്രസും അതുപോലെ തന്നെ 23ാം പാർട്ടി കോൺഗ്രസും കൃത്യമായി BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ച അവരുടെ വർഗ സ്വഭാവത്തെ സംബന്ധിച്ച് അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പരിശോധിച്ച് അത് വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ, ഇതാണ് ഞങ്ങളുടെ 22ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത്, വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ. 23ാം പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ പറഞ്ഞത് RSSന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ട നടപ്പിലാക്കുന്ന ഗവൺമെൻറ്. അപ്പോൾ ഒരു ഫാസിസ്റ്റിക് സ്വഭാവമുള്ള ഗവൺമെൻറ് എന്നാണ് പറഞ്ഞത്. ഫാസിസം വന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഫാസിസം ഇന്ത്യ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ രാഷ്ട്രീയ ഘടന മാറും. പിന്നീട് അത് യഥാർത്ഥത്തിൽ ഒരു ദേശീയ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാവും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ശക്തികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരൈക്യ മുന്നണി ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെടണം. അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ ഞങ്ങൾക്കില്ല. ഇത് CPIയുടെയും CPI-MLന്റെയും വിലയിരുത്തലാണ് ഫാസിസം വന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ ഫാസിസത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാകണം. ഫാസിസത്തെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള ധാരണ ദിമിത്രോവാണ് ഇതിൽ ആദ്യം നല്ല നിർവചനം കൊടുത്തത്. അത് ധനമൂലധനത്തിൻ്റെ ആക്രമണ സ്വഭാവമുള്ള ഒരു സംവിധാനമാണ്. ദ അഗ്രസീവ് ഫോം ഓഫ് ഫിനാൻസ് ക്യാപിറ്റലിസം. 2ാം ലോക മഹായുദ്ധമായാലും 1ാം ലോക മഹായുദ്ധമായാലും അന്നത്തെ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു ക്ലാസിക്കൽ സ്വഭാവമുണ്ട്. അതിൽ വളർന്നിട്ട് ഇപ്പോഴുള്ള ഭരണാധികാരികളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 1ാം ലോക മഹായുദ്ധത്തിൻ്റെയും 2ാം ലോക മഹായുദ്ധത്തിൻ്റെയും ആന്തരിക ഘടന എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഘട്ടത്തിൽ ധനമൂലധനം അഗ്രസീവായി ജനവിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തിയായി രൂപപ്പെട്ടത്. ആ രൂപത്തിൽ ധനമൂലധനത്തിൻ്റെ അഗ്രസീവായിട്ടുള്ള ആക്രമണം ഒരു ഫാസിസ്റ്റ് രൂപം കൈക്കൊണ്ട് ആ രൂപത്തിൽ ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫാസിസത്തിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടത്തിൽ എല്ലാ ആൾക്കാരും അണിനിരക്കണ്ടേ? അങ്ങനെയുള്ള ഒരു കോള് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടോ? ഇന്നേവരെ CPI കൊടുത്തിട്ടുണ്ടോ? ഇതാ ഇവിടെ വന്നിരിക്കുന്നു, ഫാസിസം വന്നിരിക്കുന്നു. എന്നാൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രത്യേകിച്ച് കോർപ്പറേറ്റ് വർഗീയ ശക്തികൾ ഏകാധിപത്യ പ്രവണതകളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരു ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഫാസിസം വന്നുകൂടായികയില്ല. ഇതാദ്യം തന്നെ MGS നാരായണൻ ഒരു 8 കൊല്ലം മുമ്പേ മുന്നറിയിപ്പ് നൽകിയതാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ അറിയില്ല. ഇന്ത്യ രാജ്യത്തിൽ ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നതിൻ്റെ 4 ലക്ഷണങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. അതൊരു ഗംഭീര ലേഖനായിരുന്നു. ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ദേശീയത കൃത്രിമമായി രൂപപ്പെടുത്തുക, അതിന് മതന്യൂനപക്ഷങ്ങളെ ശത്രുക്കളായി കാണുക. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം, ഇന്ത്യ രാജ്യത്ത് ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടാകുക, ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു നേതാവ് ഉണ്ടാകുക. അത് മോഡിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത്, മിലിറ്ററിക്ക് പാരലായി അനൗപചാരിക തലത്തിൽ ഒരു സായുധ സംഘടന ഉണ്ടാകുക. അത് RSSനെ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നാലാമത്തെ കാര്യം പറഞ്ഞത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഫ്ലെക്സിബിലിറ്റിയുള്ള ഒരു ഭരണഘടന നമുക്കുണ്ടാകുക. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഫാസിസത്തിലേക്ക് കടക്കാം. ഈ 4 ഘടകങ്ങളാണ് ഫാസിസം ഇന്ത്യ രാജ്യത്ത് കടന്നു കയറാൻ സാധ്യതയുള്ളതിൻ്റെ ലക്ഷണമായി അദ്ദേഹം പറഞ്ഞത്. ആ ലക്ഷണം കറക്റ്റാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നതിൻ്റെ ലക്ഷണം അദ്ദേഹം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം വരുന്നതിനേക്കാളും മുമ്പേ തന്നെ പറഞ്ഞ ഒരാളാണ്. 22-23 പാർട്ടി കോൺഗ്രസുകളിൽ അത് കൃത്യമായി ഞങ്ങൾ സൂചിപ്പിച്ചു. മാത്രമല്ല, അപ്പോൾ ഫാസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തത ഉണ്ടാക്കണം എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ വന്ന ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണത്. അത് നവഫാസിസം എന്ന പദപ്രയോഗത്തെ സംബന്ധിച്ച കുറിപ്പ് ഇത് ഞങ്ങൾ സ്വകാര്യമായിട്ട് വെച്ചതല്ല. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച CPIM പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കി ചിന്ത പ്രസിദ്ധീകരിച്ച 2025 ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ ചേരാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി ചിന്തയിൽ പ്രസിദ്ധീകരിച്ച കാര്യമാണിത്. ഇത് പബ്ലിക് ഡൊമൈനിൽ കിട്ടും. ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. ഇതെന്തോ ഒരു സ്വകാര്യമായി ഞങ്ങൾ ആരോടെങ്കിലും ചേട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സാധനമല്ല. അതാണ് ചില പത്രക്കാർ ഈ രൂപത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇത് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ചർച്ചയാകട്ടെ. ഇപ്പം ഫാസിസം വന്നിട്ടുണ്ട്, തെളിയിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫാസിസം വന്നിരിക്കുന്നു, അല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഫാസിസത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു ഗവൺമെൻറ്റാണ് എന്ന പാർട്ടിയുടെ അഭിപ്രായത്താണോ ജനങ്ങൾ നിൽക്കുന്നത്, ചിന്തിക്കുന്നവർ നിൽക്കുന്നത്? വിലയിരുത്തട്ടെ. ആ വിലയിരുത്തുന്നതിനുള്ള ഒരു ഐഡിയോളജിക്കൽ കൺഫ്രണ്ടേഷൻ എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതിൽ പുതുതായിട്ട് യാതൊന്നുമില്ല. ഞങ്ങളുടെ 22-23 പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഈ പ്രമേയത്തിൽ പറയുന്നു. അതിന് നവഫാസിസം എന്ന പദപ്രയോഗത്തിന് ഒരു വിശദീകരണം നൽകുന്നു എന്നല്ലാതെ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇത് RSSന് അലേലുയ്യ പാടുകയാണ്, BJPക്ക് അലേലുയ്യ പാടുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശശി തരൂരിൻ്റെ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തിനൊന്ന് മോചനം കിട്ടണം. അല്ല, അത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാൽ അത് ഗൗരവത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ നടത്തട്ടെ, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ അവർ ഭേദഗതി കൊടുക്കട്ടെ എന്ന്. ഭേദഗതി കൊടുക്കട്ടെ, കൊടുക്കട്ടെ, അവർക്ക് കൊടുക്കാലോ. നിങ്ങൾ ഈ ഡോക്യുമെന്റിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ആർക്കും ഭേദഗതി കൊടുക്കുക, ലോകത്തിലുള്ള ഏതൊരാൾക്കും കൊടുക്കുക. അതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത. ഞങ്ങൾ നയം രൂപീകരിക്കുന്നത് കേവലം പാർട്ടി മെമ്പർമാരോട് മാത്രം ചോദിച്ചിട്ടല്ല, ജനങ്ങളോടുകൂടി ചോദിച്ചിട്ടാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങളിത് പബ്ലിക് ഡൊമൈനിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ശശി തരൂരാണ്. കാരണം ശശി തരൂരിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പം രമേശ് ചെന്നിത്തലക്ക് നേരെയുള്ളൊരാക്രമണത്തിന് ഇപ്പം അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ പിന്നെ ശശി തരൂരിൻ്റെ തലയിൽ വെക്കുകയാണ്. ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കാര്യം ഞാൻ വ്യക്തമാക്കാം. ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള ഒരു വ്യാമോഹവും ഇല്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തന്നെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും
ഞങ്ങളുടെ രാഷ്ട്രീയത്തിനുമെതിരായി ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്, പരിഹസിക്കുന്ന രൂപത്തിൽ തന്നെ. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടന എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, UDFിൻ്റെ ശക്തമായിട്ടുള്ള പ്രചരണത്തെ പൊട്ടിച്ചു അദ്ദേഹം. അത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിച്ച വികാരമാണ്. അദ്ദേഹം പ്രകടിപ്പിച്ച വികാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ല. അത് അദ്ദേഹം 2 ഡോക്യുമെന്റുകളിൽ നിന്നാണ് അദ്ദേഹം ആ കാര്യം എടുത്തത്. അതിലൊന്നാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡാറ്റ അനലൈസ് സ്ഥാപനമാണ്. USA കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം വഴിയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ല CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കൊണ്ടുവന്നതല്ല. അതിലാണ് ഈ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്ത് 46% നിന്ന് 254% വർദ്ധിച്ചു എന്ന് വസ്തുതകൾ വെച്ചുകൊണ്ട് പറഞ്ഞത്. അത് അദ്ദേഹം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വ്യവസായ അതുപോലെ തന്നെ വാണിജ്യ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് DPIIT. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അവർ പറഞ്ഞതാണ് വ്യവസായ സൗഹൃദം എന്ന നിലയിൽ മുമ്പ് കേരളം 22ാം സ്ഥാനമായിരുന്നു, ഇപ്പോൾ 1ാം സ്ഥാനമാണ്. അപ്പോൾ ഇത് വന്നതോടുകൂടി, ഇത് ആധികാരികമായിട്ടുള്ളൊരു രേഖ അദ്ദേഹം ഉദ്ധരിച്ചതാണ്, അല്ലാതെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇത്. അത് വന്നതോടുകൂടി ഒരു ആധികാരികത്വം വന്നു ഇതിന്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലോചിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്താ? കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തര കുഴപ്പം ശക്തിപ്പെട്ടു. ഇനി ആ ആഭ്യന്തര കുഴപ്പം കൂടിയും വന്നു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനറിയാം, മുസ്ലിം ലീഗിനാണെങ്കിൽ ഒരു ദിവസം ഇനി ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ല അവരുള്ളത്. അപ്പോൾ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ അവരാണിപ്പോൾ പോകുന്നത്. എങ്ങനെയെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ കഷ്ടപ്പെടുത്തണോ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരല്ല പോകുന്നത്, മുസ്ലിം ലീഗാണ് പോകുന്നത്. പിന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അവരെ പറ്റി പറയാ, കേരള പ്രദേശ് എന്ത് കോൺഗ്രസ്സാ? എന്ത് കോൺഗ്രസ്സാ അത്? അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ, കൂടോത്തര കോൺഗ്രസ്സാണത്. കൂടോത്തര കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില്ലറയായിട്ട് കണക്കാക്കരുത്. അത് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രശ്നം ഉണ്ടാകും. ഒരു 2-3 കൂടോത്തരക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഈ സാധനം ഒപ്പിച്ചിട്ട് KPCC പ്രസിഡന്റിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കുഴിച്ചിട്ടത് 1 വർഷം മുമ്പേ. ഇത് കണ്ടുപിടിച്ച സമയത്ത് സുധാകരൻ പറഞ്ഞെന്താണെന്നറിയോ? 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിത് കാണുന്നത് എങ്കിൽ എൻ്റെ തല പൊട്ടി പോകുമായിരുന്നു, ഇപ്പം കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഈ തോന്നലിൻ്റെ മുകളിൽ എന്തൊരു വൈറ്റാലിറ്റി ഉള്ള ഒരു മുഖമായിരുന്നു KPCC പ്രസിഡന്റിനെ. ഈ പരുവത്തിലേക്ക് എത്തിയത് ഈ കൂടോത്തരയല്ലേ? അല്ല, അദ്ദേഹം വിശ്വസിക്കുന്ന അങ്ങനെയാണല്ലോ, അങ്ങനെ പറയുന്നതല്ല. ഇതാരാ നടത്തിയത്? ആരെ കൊണ്ടാ നടത്തിച്ചത്? ഈ പാർട്ടിയിൽ ഇതും നടക്കും, ഇതിനേക്കാൾ അപ്പുറവും നടക്കും. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കൊരു നേതൃത്വം ഇല്ല. കോൺഗ്രസിന് രാജ്യത്തിലെ ജനതയെ നയിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അതിജീവിക്കാൻ പറ്റില്ല, പരാജയപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വീണ്ടും LDF ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് ശശി തരൂർ പറഞ്ഞത് വെറുതെ അല്ല. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ആശങ്ക പൊതുവിൽ ജനങ്ങളിലുണ്ട് എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള സന്ദേശമായിരുന്നു ഇപ്പം നടന്ന ഗ്ലോബൽ മീറ്റ്. യാതൊരു സംശയം ഞങ്ങളിപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്കതിന് പ്രശ്നമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞൊരു അമിതമായിട്ടുള്ള വിശ്വാസം, ഒരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. അയാൾ പിന്നെ ഒരഭിപ്രായം പറയുന്നു, ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാവുന്നതിനെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് മാത്രം. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഇതുവരെ പടച്ചുണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം വളപൊട്ടുന്നത് പോലെ പൊട്ടിച്ചു അദ്ദേഹം. ആ ഭാഗത്തോടാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത്.
ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെന്റ് എന്നാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. ഈ നമ്മൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പറയാറില്ല, ഇത് കോൺഗ്രസ്സുകാരും അറിയാറില്ല ഫാസിസ്റ്റ് ഗവൺമെന്റ്, താനി ഫാസിസ്റ്റ് ആണെന്ന് പറയാറ്. പിണറായി വിജയനെ സംബന്ധിച്ച് ഫാസിസ്റ്റ് ആണെന്ന് പറയാറില്ലേ? ഇല്ലേ? പ്രതിപക്ഷ നേതാവ് അത് അദ്ദേഹത്തിന് തന്നെ അറിയാമോ ഫാസിസ്റ്റ് ആയതുകൊണ്ടല്ല, അതൊരു പ്രയോഗം എന്നുള്ള നിലയിൽ പറയുന്നതാണ്. എല്ലാ ഇനി പറയുന്ന ആൾക്കാരുണ്ടാക്കുന്നേ. ഞങ്ങളുടെ ഡോക്യുമെന്റിൽ പറയുന്ന ആധികാരികമായി ഞങ്ങളുടെ ഡോക്യുമെന്റിലുള്ള കാര്യം ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെന്റാണ്. അല്ല, ഞങ്ങൾ 22-ാം പാർട്ടി കോൺഗ്രസ് മുതലേ ഞങ്ങൾ പ്രസംഗിച്ചായിട്ട് കേൾക്കാത്തതുകൊണ്ടാണ്. അത് 22 പാർട്ടി കോൺഗ്രസ് 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ഫാസിസ്റ്റിക് നേച്ചർ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു. ലൈറ്റ് അല്ലാന്ന് ഇത് വരട്ടെ. ഫാസിസം വന്നിട്ടില്ലല്ലോ. ഫാസിസം വന്നു കഴിഞ്ഞാൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ജനകീയ മുന്നണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംവിധാനമാണ്. എന്നാ പിന്നെ കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കണ്ടേ? ഇവിടെ ഫാസിസം വന്നു കഴിഞ്ഞു, ഇനി ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ആൾക്കാരും യോജിക്കണം, അതിനൊരു ഐക്യ മുന്നണി വേണം എന്നാ അങ്ങനെ ഒരു മുദ്രാവാക്യം കോൺഗ്രസ് വെച്ചിട്ടുണ്ടോ ഇതുവരെ? വസ്തുത അല്ലാതിരിക്കാൻ ഞങ്ങളെപ്പോലുള്ള ഒരു പാർട്ടിക്ക് ശാസ്ത്രീയമായി ചിന്തിക്കുന്ന രാഷ്ട്രീയമായ പ്രചരണം നടത്തുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി, ചെറിയ പാർട്ടി ആയിരിക്കാം. CPM-നെ സംബന്ധിച്ചിടത്തോളം വസ്തുതയല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ ഭീകരമുഖം RSSന്റെ ഭീകരമുഖവും BJP ഗവൺമെന്റിന്റെ ഭീകരമുഖവും തുറന്നു കാട്ടുന്നതിന് ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസത്തെ സംബന്ധിച്ച ഞങ്ങളുടെ ധാരണയിൽ വരുന്ന തെറ്റാണത്, പെശകാണത്. ഇപ്പൊ ഫാസിസത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു ഗവൺമെന്റ്, ആ സാധ്യത വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ ഒരു ഭാഗം വന്നത്. അങ്ങനെ ഒന്നും വരില്ല. ഇങ്ങനെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെന്റാണ് ഇന്നല്ലെങ്കിൽ നാളെ ഫാസിസത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ടോർപ്പിഡോ ചെയ്യാനുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങളിത് എത്ര കാലമായി നടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയുന്നില്ല എന്നല്ലാണ്ട് ഞങ്ങളിത് എത്ര കാലമായി കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടോ? ഞങ്ങളിത് എത്ര കാലമായി പറയുന്നത്? അതിൻ്റെ അകത്ത് ഒരു പ്രശ്നവും ഇല്ല. വസ്തുതയായിട്ട് പറയണം, അതാണ് മാർക്സിസം. ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ, ഉള്ള കാര്യമാണ്. അവിടെ എല്ലാം അത് ഞങ്ങള് അവര് പറയുന്നതിനോട് ഏതെങ്കിലും രൂപത്തിലുള്ള വിയോജിപ്പ് ഞങ്ങൾക്കുണ്ടെങ്കിൽ വിയോജിപ്പ് ഐഡിയോളജിക്കലായി പ്രത്യയശാസ്ത്രപരമായിട്ടാണ് ഞങ്ങൾ നേരിടുക. ഇപ്പൊ CPM-ഉം CPI-യും തമ്മിൽ ഐഡിയോളജിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. CPI-ML-ഉം ഞങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമുള്ളത് കൊണ്ടല്ലേ രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഐഡിയോളജിക്കൽ കൺഫറന്റേഷൻ ഉണ്ടാകും. ആ കൺഫറന്റേഷന്റെ ഒരു വേദിയാണ് ഇപ്പോൾ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലെ ചർച്ചകൾ. അത് നടക്കട്ടെ ആരോഗ്യകരമായിട്ട്. അതിനെന്താ നമ്മളെന്തിനാ കോൺഗ്രസ്സുകാർ മക്കെടുക്കട്ടെ. ഇത് നാളെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശനും ഭേദഗതി കൊടുക്കട്ടെ. CPM പറയുന്നത് പോലെ എല്ലാ കാര്യവും ഇവിടെ ഫാസിസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ സെൻട്രൽ കമ്മിറ്റി, ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് അതാണ് അംഗീകരിക്കുന്നെങ്കിൽ നമുക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. തെളിയിക്കണം വസ്തുതകൾ വെച്ചുകൊണ്ട്, അല്ലാതെ വായി തോന്നുന്ന പോലെ പറയും. ഓക്കെ, വ്യക്തതായില്ല നിങ്ങൾക്ക്?